ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധം കഴിഞ്ഞാൽ അടുത്ത് ജിയോ പൊളിറ്റിക്കൽ റീഷഫ്ലിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിനകത്ത് അമേരിക്കയുടെ ഡിഫൻസ് പോളിസി, അതിൽ പ്രത്യേകിച്ച് അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി, അമേരിക്കയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻ്റർണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിലേക്ക് ആരും തന്നെ ആക്രമണം നടത്താതിരിക്കുക, ചാവേർ ആക്രമണങ്ങൾ തടയുക. ഈ സാഹചര്യങ്ങൾ വിലയിരുത്തലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. അപ്പോൾ ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക പല പ്രോജക്റ്റുകളും അവരുടെ ഉള്ളിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അമേരിക്കയ്ക്ക് ഭീഷണി വരാൻ പോകുമെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അത് മണ്ടത്തരമാണ്. അപ്പോൾ ഇനി അമേരിക്ക ഭയക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മിസൈലുകളാണ്. മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകളുള്ളത് 1 ചൈന, 2 റഷ്യ, 3 നോർത്ത് കൊറിയ സോഫാർ. ഇപ്പം ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഡീല് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. ഇപ്പം ശരിക്കും ഇറാനെ ഒന്ന് അടക്കി നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ട്രംപ് എന്തിൻ്റെയൊക്കെയോ പ്രഷർ കൊണ്ട് അത് സമാധാനമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇനി അമേരിക്കയെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകൾ ഇറാൻ്റെ സൈഡിലും ഉണ്ടാവും. ഒരു രാജ്യം കൂടി വരികയാണ്, അമേരിക്കയ്ക്കെതിരെ മിസൈൽ അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു രാജ്യം കൂടി വരികയാണ്, അതാണ് ഇറാൻ. അപ്പോൾ ഇതിനെതിരെയാണ് അമേരിക്ക ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ എയർ ഡിഫൻസ് പദ്ധതി അവർ നടപ്പിലാക്കുന്നുണ്ട്. ഏതാണ്ട് 1 ട്രില്യൺ ആണ് അവർ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ വരെ നിങ്ങൾ അമേരിക്ക വരെ റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള മിസൈലുകളുടെ പരീക്ഷണം നടത്തരുത് എന്ന് അമേരിക്ക ആവർത്തിച്ച് പറയുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം ഇന്ത്യക്കും 10,000, 12,000, 13,000 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള മിസൈലുകളൊക്കെ നിർമ്മിക്കാൻ പറ്റും. ഇൻഫാക്റ്റ് ഇന്ത്യക്കുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ത്യ എപ്പോഴും ഒരു ലിമിറ്റിലുള്ള പരീക്ഷണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വൻ ശക്തികളുടെയൊക്കെ കണ്ണിൽ കരടാവേണ്ട. കാരണം അവർ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരീക്ഷണങ്ങളെ ഒരുപക്ഷെ അവർ പ്രൊമോട്ട് ചെയ്തു തരും. പക്ഷേ പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ അവർക്കെതിരെ മാറുമ്പോൾ അവർ ഇതിനെ എതിർക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എപ്പോഴും വളരെ സേഫ് സോണിൽ ഒരു 3,500 കിലോമീറ്റർ, ഒരു 4,000 കിലോമീറ്റർ, ബിലോ 5,000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ നോട്ടം പ്രഖ്യാപിച്ചിട്ട് ആ പരിധിക്കുള്ളിലായിരിക്കും എപ്പോഴും പരീക്ഷണം നടത്തുന്നത്. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. ചൈനയാണെങ്കിൽ അവരുടെ മിലിറ്ററിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം അവരത് ഓൾറെഡി തന്നെ പണ്ടേ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ നേവി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അതേപോലെ തന്നെ സബ്മറൈൻസ്, അങ്ങനെ ഇൻഡോ പസഫിക്കിൽ നേവൽ ഫോഴ്സിനെയാണ് അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇൻഡോ പസഫിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചൈനയെ നോക്കൂ, ചൈനയുടെ കയ്യിൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള മിസൈലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ ഓപ്പണായിട്ട് അമേരിക്ക വെല്ലുവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധമായിട്ട് മാറും. അതായത് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആ രീതിയിലേക്ക് മാറും. അല്ലാതെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമായിട്ടുള്ളൊരു യുദ്ധമായിട്ട് വരില്ല ഒരിക്കലും. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ തന്നെ ഈ നാറ്റോ രാജ്യങ്ങളെ ട്രംപ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ ഒരു ഡിസ്കഷൻ നടന്ന സമയത്ത് ഈ ഗോൾഡൻ ഡോം പദ്ധതിയൊക്കെ ഇവർ പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയാണ്. കാരണം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് മുടക്കി ഈ നാറ്റോ രാജ്യങ്ങൾക്കുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുന്നത്. നമ്മൾ നാറ്റോ രാജ്യങ്ങളെ സ്ക്രൂ ചെയ്ത് അവരുടെ സെക്യൂരിറ്റി അവർ തന്നെ സെൽഫായിട്ട് അവരുടെ ഡിഫൻസ് ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ അവർ അമേരിക്കയോടൊപ്പം നിലനിൽക്കുകയും അതേസമയം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അതേപോലെ തന്നെ അവരുടെ ഡിഫൻസ് മേഖലയെ ശക്തിപ്പെടുത്തുന്നു എങ്കിൽ അതും അമേരിക്കയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. ഇതാണ് രഹസ്യമായിട്ട് അമേരിക്കയുടെ അജണ്ട. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേളിലും നാറ്റോ രാജ്യങ്ങളുടെ മേളിലും ട്രംപ് അഥവാ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പ്രഷർ ഇടുന്നത്. പക്ഷേ നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവരെ തഴയുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഇവരെ പിന്തുണയ്ക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷേ അമേരിക്ക ഇടുന്ന പ്രഷർ എന്തിനാണെന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് നിങ്ങളുടേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യൂ. കാരണം അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ സ്ട്രെങ്ത്തും കൂടെ ഒരുമിക്കുമ്പോൾ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് ചെറുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് അമേരിക്കയുടെ പോളിസി. ആ പോളിസിക്ക് വിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ എക്കണോമിക് സ്റ്റേറ്റസ്. എവിടെയാണ്? നാറ്റോയിലും യൂറോപ്യൻ രാജ്യങ്ങളും. കനത്ത സാമ്പത്തിക പ്രതിസന്ധി. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റെഫ്യൂജികൾ അങ്ങോട്ട് കയറിപ്പോയതാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറിയതെന്ന് വേണമെങ്കിൽ പറയാം.
ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ GDP യിൽ നിന്നും അവരുടെ ബഡ്ജറ്റിൽ നിന്നും ഡിഫൻസിന് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്താൻ പറ്റുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ട്രംപ് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവർക്ക് പൈസ വേണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പോൾ അധികം സ്പെൻഡ് ചെയ്യേണ്ടത്, ഇതുവരെ അമേരിക്ക തന്നെയല്ലേ നോക്കിയത്, ഇപ്പം മാത്രം എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇവർ അങ്ങോട്ട് വാദിക്കുന്നത്. ഇതാണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം. അതേസമയം ചൈനയാണെങ്കിൽ നോക്കൂ, ചൈനയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ശരിക്കും ചൈനയുടെ സൗത്ത് ചൈന സീ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈസ്റ്റേൺ ഏരിയയിൽ കിടക്കുന്ന ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇവിടെ എല്ലാം തന്നെ ചൈനയുടെ ആധിപത്യം വളരെ വലുതാണ്. കാരണം ഈ ചെറിയ രാജ്യങ്ങൾക്കൊന്നും ചൈനയുടെ അത്ര പോപ്പുലേഷനോ അല്ലെങ്കിൽ ചൈനയുടെ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചൈനയുടെ അത്ര വെൽ എക്യൂപ്ഡോ അല്ല ഈ രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ചൈന അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ നിന്നേ പറ്റൂ. ഇപ്പോഴാണ് ചില രാജ്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇന്ത്യയെ സമീപിക്കുന്നത്. അതൊന്നും വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് മാർക്കായിട്ട് ഇന്ത്യ കരുതേണ്ടതില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള പവറുണ്ട്, ഇല്ലാന്നില്ല, അതിലേക്ക് നമ്മൾ വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഫിലിപ്പൈൻസ് ഒരു പരിധി വരെ ചൈനയ്ക്കെതിരെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ചൈന എങ്ങനെയാണ് ഒരു ഭീഷണി, അതേപോലെ ഫിലിപ്പൈൻസിനും ചൈന ഒരു ഭീഷണിയാണ്. ഇന്ത്യ ആണെങ്കിൽ ഇപ്പോൾ ഗാൽവാൻ വാലിയിലായിക്കോട്ടെ, അതേപോലെ അരുണാചൽ പ്രദേശിലായിക്കോട്ടെ, ലഡാക്കിലായിക്കോട്ടെ, ഇവിടെയൊക്കെ ശക്തമായ രീതിയിൽ ചെറുത്ത് നിന്ന് ചൈനയ്ക്കെതിരെ ഒരു കൗണ്ടർ മെഷേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യയുമായിട്ടൊരു യുദ്ധം സാധ്യമല്ല, യുദ്ധത്തിന് പോകുന്നെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണം, നല്ല രീതിയിലുള്ള എക്കോണമി ലോസ് ഉണ്ടാവും, അതൊക്കെ മുൻകൂട്ടി കരുതിക്കൊണ്ട് വേണം ചൈനയ്ക്ക് ഒരു യുദ്ധത്തിലേക്ക് വരാൻ. ചൈന എപ്പോഴും സൈലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ള രാജ്യമാണ്, അവരുടെ പോളിസി തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റഷ്യ ഉക്രൈൻ യുദ്ധമായിക്കോട്ടെ, അതുപോലെ ഇറാൻ അമേരിക്ക വാർ ആയിക്കോട്ടെ, എവിടെയും ഒരു കമൻറ്റ് പോലും പറയില്ല ചൈന. അതായത് ആക്രമണം നടത്തി ആർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്, നഷ്ടം വന്നോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ ഒരു ലൂപ്പ് ഹോൾ കിട്ടും, അവിടെ കയറി കളിക്കാം. ഇതാണ് ചൈനയുടെ പ്രധാനപ്പെട്ട സ്വഭാവം. ഇത് തന്നെയാണ് അവർ പണ്ട് തൊട്ടേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ അടി വാങ്ങിച്ചു കൂട്ടുമ്പോൾ ഇറാന് നഷ്ടം വന്നെങ്കിൽ ചൈന ഇറാന് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പല സഹായങ്ങളും ചെയ്യും. അതിലൂടെ ആ സഹായത്തിലൂടെ ധനസഹായം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിൽ ആയുധങ്ങൾ സഹായം ചെയ്തുകൊണ്ട് അവരെ ഇവരുടെ വലയിൽ വീഴ്ത്തും, എന്നിട്ട് ഇവരുടെ ചൊൽപ്പടിക്ക് നിർത്തും. അതാണ് ചൈനയുടെ ഒരു തന്ത്രം. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ചൈനയുടെ എതിരാളിയായിട്ടുള്ള അമേരിക്ക ആയിക്കോട്ടെ, അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളായിക്കോട്ടെ, ഇവർക്കെല്ലാം നഷ്ടം സംഭവിക്കും. അവർ ഒരുപാട് ഡിഫൻസ് മേഖലയിലുള്ള ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് ഒരുപാട് നഷ്ടമുണ്ടാവും. യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വൻ നഷ്ടങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ഈ നഷ്ടമാണ് ചൈനയുടെ നേട്ടമായിട്ട് കരുതുന്നത്. അതുകൊണ്ടാണ് പല യുദ്ധങ്ങളിലും ചൈന ഒരു നിലപാടും എടുക്കാണ്ട് അവരുടെ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് സെക്യൂർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈലന്റ് ആയിരിക്കും അവരുടെ റെസ്പോൺസ്. ഇതാണ് ചൈനയുടെ റെസ്പോൺസ് തിയറി. ചൈനയാണെങ്കിൽ അവരുടെ ഓവറോൾ GDP യിൽ നിന്നും 6 മുതൽ 8% ആണ് അവരുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യ വളരെ കുറച്ചേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 6 ലക്ഷം കോടിയാണ് നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ്. അത് നമ്മളുടെ GDP യിൽ 1.something% ആണ്, നിയർലി 2 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ ഇപ്പം പല രാജ്യങ്ങളുമായിട്ടും പല ടെക്നോളജിക്കൽ കമ്പനികളുമായിട്ടും പല രാജ്യങ്ങളുടെ ഡിഫൻസ് കമ്പനികളുമായിട്ടൊക്കെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ചൈന ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും ഒന്നെങ്കിൽ റഷ്യയുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഫ്രാൻസുമായിട്ടൊക്കെ ഇങ്ങനെ പല ഡീലുകൾ സൈൻ ചെയ്ത് അതിലൂടെ ആ ടെക്നോളജി രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തന്നെയാണ് പല രാജ്യങ്ങളും സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിൽപ്പെട്ട പല രാജ്യങ്ങളും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ആദ്യ കാലഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ഇന്ത്യക്കുള്ളിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ ടെക്നോളജി വാങ്ങിച്ച് നമ്മൾ പണിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വില കൊടുത്ത് ടെക്നോളജി വാങ്ങിക്കുന്നു, ഇന്ത്യക്കുള്ളിൽ ടെക്നോളജി ഉണ്ടാകുന്നില്ല. ഇന്ത്യക്കുള്ളിൽ ടെക്നോളജി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉണ്ടാകുന്നുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും ഇപ്പം ഐസക് ന്യൂട്ടൺ ഉണ്ടാകുന്നുണ്ടോ? അപ്പം ഇതൊക്കെ ടെക്നോളജി എന്ന് പറയുന്നത് അതൊരു സമയത്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവും. അതൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന അത്ഭുതങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ഇന്നോവേറ്റീവായിട്ട് പരിശ്രമിക്കുന്ന ഒരു സൊസൈറ്റിയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള R&Dക്ക്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് മുടക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോഴും പല സ്റ്റുഡൻസും റിസർച്ച് ആൻഡ് ഫെലോഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഫോറിൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈനയിലെ ലബോറട്ടറികളെ ആശ്രയിക്കുന്നത് എന്തിനാണ്? അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളെ പ്രിഫർ ചെയ്യുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അതേപോലത്തെ സ്ഥാപനങ്ങൾ ഇന്ത്യക്കുള്ളിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അത്തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ ഈ വിഷയത്തിൽ ചൈനയ്ക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ, അതേപോലെ ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പോയിന്റാണ് ജപ്പാൻ. അവരും ഇപ്പം ശക്തമായ രീതിയിൽ സനൈറ്റ് അക്കേച്ചി വെപ്പൺ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ശക്തമായ രീതിയിൽ ഡിഫൻസ് കോപ്പറേഷൻ, അതേപോലെ തന്നെ ഓസ്ട്രേലിയയുമായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് ജപ്പാനും ഇറങ്ങി വരുന്നുണ്ട്. ഇതും ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കൻ സ്ട്രാറ്റജിയാണ്.
ജപ്പാനും ഇപ്പം അവരുടെ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഡിഫൻസ് ബഡ്ജറ്റ് 2% നിന്നും അവർ 5% ഓഫ് GDP അവരും ഇപ്പം ഡിഫൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്. ന്യൂക്ലിയർ പ്ലാന്റ്, അതേപോലെ ന്യൂക്ലിയർ സബ്മറൈൻ, ഈ മേഖലകളിലൊക്കെ ജപ്പാൻ ഇപ്പം ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ ഇന്തോനേഷ്യയുമായിട്ട് ജപ്പാൻ ഇപ്പോൾ ഒരു കരാർ സൈൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിഫൻസ് പാക്റ്റും അതേപോലെ ട്രേഡ്, എക്കണോമിക് സഹകരണം, ഇമാതിരിയുള്ള പാക്റ്റുകളൊക്കെ ജപ്പാനും ഇപ്പോൾ സൈൻ ചെയ്തുകൊണ്ട് എഫക്റ്റീവായിട്ട് ഇൻഡോ പസഫിക്കിൽ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ ഒരു ഗാർഡിയനായിട്ട് നിലകൊള്ളുകയാണ്. പിന്നെ ചൈനയ്ക്ക് ഒരു കൗണ്ടർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ചൈനയെ കോമ്പീറ്റ് ചെയ്യുന്നത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സൗത്ത് കൊറിയയുമായിട്ട് ഇന്ത്യക്കും കരാറുകളുണ്ട്, ജപ്പാനും കരാറുകളുണ്ട്. എല്ലാം തന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷനിൽ പല സ്പെയർ പാർട്സുകളുടെയും പല ക്രിട്ടിക്കൽ പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്നതിൽ സൗത്ത് കൊറിയയാണ് ഈ അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നത്. ഈ വിഷയം ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ, ഏതാണ് ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ റോൾ 0 ആയിരിക്കും. അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഈ ഒരു കാലയളവിൽ അബ്രഹാം അക്കോർഡ് നിലവിൽ വരുന്നവരെ മാത്രമാണ് പാകിസ്ഥാൻ്റെ ഇമ്പോർട്ടൻസ്. പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡിൽ ചേരാൻ വേണ്ടിയിട്ട് അമേരിക്ക പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ പാകിസ്ഥാൻ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഡിനൈ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ കലാമിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് മതപരമായിട്ട് അവർക്ക് അബ്രഹാം അക്കോർഡിൽ ചേരാൻ സാധിക്കില്ല. അത് അവരുടെ ഫണ്ടമെൻ്റൽസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനകത്തൊന്നും തന്നെ പറയാനില്ല. പക്ഷേ പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡ് റിജക്റ്റ് ചെയ്തതോടുകൂടി പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് ചേരിയിൽ നിന്നും സെപ്പറേറ്റ് ആവുകയാണ്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ്റെ ഉപയോഗം അമേരിക്കയ്ക്കില്ല, വട്ടപൂജ്യമാണ്. ഇത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഇപ്പം ഇറാൻ അമേരിക്ക പീസ് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഈ ഡീൽ സാധ്യമായാൽ ഏറ്റവും തിരിച്ചടി കിട്ടാൻ പോകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ 1 പാകിസ്ഥാൻ, 2 ഖത്തർ. ഖത്തറിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള റിജക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അമേരിക്കയൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കും. പക്ഷേ ഖത്തറിന് വലിയൊരു നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടത്തിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കശ്മീർ മേഖലയിൽ മൃഗീയമായ രീതിയിൽ കശ്മീരികളെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള വെടിവെപ്പാണ് പാകിസ്ഥാൻ്റെ പോലീസും അവരുടെ പട്ടാളവും കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 90-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ നിരവധി പേർക്ക് പരിക്കുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ശരിക്കും അവർ സ്വയമേ ഒരു തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ കശ്മീർ വിഷയത്തിൽ POK മേഖലയിൽ ഈ വെടിവെപ്പ് നടത്തിയതോടുകൂടി പാകിസ്ഥാൻ സ്വയമേ നാശത്തിലേക്ക് പോവുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം POK മേഖലയിലുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്കൊരു 5 കിലോ അരിയും ഒരു 5 കിലോ ഗോതമ്പും ഇച്ചിരി കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എക്കാലത്തേക്കും നിങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ POJKയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനികളെ എങ്ങനെയാണ് നിങ്ങൾ സഹായിക്കുന്നത്, അതുപോലെ ഞങ്ങളെയും നിങ്ങൾ സഹായിക്കണമെന്നാണ് ഇപ്പം POJKയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയും അതുപോലെ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറഞ്ഞ ആ തീവ്രവാദ സംഘടനയും ഇവരെ ശരിക്കും POK മേഖലയിൽ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ISI ആണ് ഈ 2 സംഘടനകളെയും ഇവിടെ പരിപോഷിപ്പിക്കുന്നത്. ഈ 2 സംഘടനകൾക്കും പാകിസ്ഥാൻ്റെ ISI കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഈ പ്രതിഷേധം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് തോക്കുകൾ കൈമാറിയിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. തോക്കുകൾ കൈമാറേണ്ട കാര്യമൊന്നുമില്ല, ഇവന്മാർ ഭീകരവാദികളാണ്. ഇവരുടെ കയ്യിൽ പലതരത്തിലുള്ള തോക്കുകളുണ്ട്. അവരെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പ്രതിഷേധത്തിൽ കയറി ആദ്യം വെടിയുതിർത്തത്. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് അവർക്ക് മേലിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വലിയ ജനക്കൂട്ടത്തിനെതിരെ വെടിവെച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ സംഘടനകൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഒരു UNSCക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയില്ല. ഇപ്പം UK, ഫ്രാൻസ്, ജർമ്മനി പോലത്തെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഘോര സംസാരിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ ഒന്നും പറയാനില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. തയ്യബ് എർദോഗൻ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ്. ഇപ്പോൾ ഇതേ സംഗതി ഇന്ത്യൻ കശ്മീരിൽ നടന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് നമ്മളിവിടെ ചിന്തിച്ച് നോക്കേണ്ടത്. ഇന്ത്യൻ കശ്മീരിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്നും ഇപ്പോൾ POKയിൽ എന്താണ് സംഭവിക്കുന്നുള്ളതും ഒന്ന് വിലയിരുത്തി നോക്കണം. എവിടെയാണ് ആൾക്കാർക്ക് ഡിഗ്നിറ്റി ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.